ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഓണാട്ടുകരക്കാർക്ക് ഉത്സവമില്ലാത്ത മാസങ്ങളോ ആഴ്ചകളോ ഒന്നുമില്ല അല്ലേ? എവിടെ വേണമെങ്കിലും നമുക്ക് ഉത്സവങ്ങളും കാര്യങ്ങളും കാണാം. അതുപോലെ തന്നെ നമ്മൾ ഓണാട്ടുകരക്കാരുടെ സ്പെഷ്യലാണ് ചെട്ടികുളങ്ങര ഭരണി. അപ്പോൾ ഇന്ന് ചെട്ടികുളങ്ങര ഭരണിയാണ് നമുക്ക് എല്ലാവരും കാത്തിരുന്ന, എല്ലാ വർഷവും നമ്മൾ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഭരണിയോടനുബന്ധിച്ച് നമ്മളാണെങ്കിൽ ഉണ്ടാക്കുന്ന നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുണ്ടാക്കുന്ന ഒരു കറിയാണ് കൊഞ്ചും മാങ്ങയും. നമ്മുടെ ചെട്ടികുളങ്ങര അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാക്കുന്ന ഒരു കറിയാണ് കൊഞ്ചും മാങ്ങ എന്ന് പറയുന്നത്. ഇതിന് പിന്നിൽ ചെറിയ ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവായിരിക്കും, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് കൊഞ്ചും മാങ്ങ ഉണ്ടാക്കാം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ കൊഞ്ച് എടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. വറുത്തിട്ട് നമ്മൾ അതിൻ്റെ തലയും വാലും കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം. അപ്പം നമുക്ക് അത് വേഗം ചെയ്യാം. അപ്പം നമ്മുടെ കുറേ നേരത്തെ പരിപാടി കഴിഞ്ഞു. നമ്മൾ കൊഞ്ച് വറുത്തെടുത്തിട്ട് അതിൻ്റെ തല, വാല് രണ്ടും കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ എന്നാ ഭംഗിയല്ലേ? ഇനി നമ്മളിത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്, ഉണക്ക കൊഞ്ചാണല്ലോ, അത് കുറച്ച് കുതിരാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. ഇതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാങ്ങയാണ് ഇനി ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പം പലർക്കും പല ഇതാണല്ലോ, പുളി ഇഷ്ടമുള്ളവരും കാണും, പുളി ഇഷ്ടമില്ലാത്തവരും കാണും. എനിക്ക് ഇച്ചിരി പുളി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. 2 തേങ്ങയൊന്നും വേണ്ട, നമുക്ക് 1 മുറി തേങ്ങ മതി. പിന്നെ കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില, കൊഞ്ച് കഴുകി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ തിരുകിയത്, ഇത്രയും സാധനം നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണയാണെങ്കിൽ എല്ലാവരും ഈ കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ആണെങ്കിൽ തേങ്ങയ്ക്കകത്ത് ഇട്ടങ്ങ് അരയ്ക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. എന്നിട്ടാണ് അത് തേങ്ങയ്ക്കകത്തിട്ട് അരയ്ക്കുന്നത്. അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളാണെങ്കിൽ തിരഞ്ഞു വെച്ച് കഴിഞ്ഞാൽ തേങ്ങ എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് കുറച്ച് മാത്രം ഇടുക. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വഴറ്റിയെടുത്ത ഈ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ബാക്കി ഉള്ള തേങ്ങയും കൂടെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. ഞാൻ ഈ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇടയിൽ ഇട്ട് കൊടുത്തത് പെട്ടെന്ന് അറിഞ്ഞ് കിട്ടുമായിരിക്കും എന്നുള്ള എൻ്റെ ഒരു ചിന്ത കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പൊടികളുടെയൊക്കെ ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തത് എന്ത് പൊടിയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് വരുന്നുണ്ട് ഗൈസ്. ഉലുവാപ്പൊടി നമ്മൾ ഇടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, ചെറിയൊരു ടേസ്റ്റിന്. പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മെയിൻ സാധനം കുരുമുളക് പൊടിയാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉള്ളി വാട്ടിയ ആ സംഭവം ഇല്ലേ, എണ്ണയും ചട്ടിയും, അതിലോട്ട് തന്നെ നമ്മൾ എന്തിട്ട് കൊടുക്കുക, നമ്മുടെ കഴുകി വൃത്തിയാക്കിയെടുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് എന്താ ഇട്ട് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഒരു കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. ഈ കൂട്ടാണല്ലോ ഇതിൻ്റെ മെയിൻ. പിന്നെ അത് മാത്രമല്ല, മാങ്ങയുണ്ട്. അപ്പോൾ നമ്മൾ കൂട്ട് ഫുൾ അതിലേക്ക് തട്ടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ച മാങ്ങ, അരിഞ്ഞ് ഒത്തിരി പുളിയൊക്കെ ഉള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അങ്ങനെ കഴിച്ച് നോക്കിയിട്ട് പുളിയുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നത് പുളി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ച മാങ്ങ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 അല്ലി കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം.
പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കൈവച്ച് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൺചട്ടിയിൽ തന്നെ ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഇവിടെ അമ്മയാണെങ്കിൽ സ്പൂൺ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തത്. സ്പൂൺ വെച്ചിട്ടല്ല, നമ്മൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മിക്സ് ചെയ്ത് നല്ലപോലെ വെച്ചിട്ട് ഒരു അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതാണെങ്കിൽ ഒരു 20 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് വീണ്ടും അടച്ച് വെക്കുക. ഈ 20 മിനിറ്റിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂടി തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചിക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൊഞ്ചു മാങ്ങയുടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കുറച്ചുകൂടെ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടച്ച് ഒരു 2-3 മിനിറ്റ് അങ്ങനെ വെച്ചിരിക്കണം. അങ്ങനെ 2-3 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.